കർത്താവായി ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. സുവിശേഷത്തിലെ യേശുവിനെ അല്ലാതെ പ്രസംഗിച്ചാലും ഇന്നിപ്പോൾ ആളുകൾക്ക് സഭകളിൽ കയറി ചെല്ലാൻ കഴിയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിലെ യേശുവിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ നടന്നിട്ടില്ല. സുവിശേഷം വായിക്കണം. 1, 2, 5, 10, 100 പ്രാവശ്യം നിങ്ങൾ സുവിശേഷം വായിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ സങ്കീർത്തനം മാത്രം വായിച്ച്, സങ്കീർത്തനം എനിക്ക് സന്തോഷമാണ്, ഇല്ലെന്നുള്ളതല്ല, സങ്കീർത്തനം മാത്രം വായിച്ച് പഠിപ്പിക്കുന്നത് നിർത്തണം. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സുവിശേഷം വായിപ്പിക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രായോഗികമായി പല കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ലെറ്റ് ചിൽഡ്രൻ റീഡ് ദ ഗോസ്പൽസ്. അവർക്ക് യേശു ഒരു വലിയ യാഥാർത്ഥ്യമാകട്ടെ. ഗോസ്പൽസ് അവരെ കൊണ്ട് വായിപ്പിക്കുക. ഒരുപക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം തുറമാനമായിട്ട് വായിപ്പിക്കുക. നിങ്ങൾ ഇരുത്തി വായിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തി വായിപ്പിക്കുക. ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും നേരമില്ല. എല്ലാവരും ബിസിയാണ്. പിള്ളേരെ പണ്ട് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 2 കാര്യങ്ങളാണ് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലൊക്കെ നഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. നഷ്ടപ്പെടാതിരിക്കട്ടെ. കാര്യം ഓരോ കാലയളവിലും ഓരോ സ്ഥലത്തും കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വിവാഹം കഴിച്ച ആദ്യം ഞങ്ങൾ കണ്ണൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ VT എബ്രഹാം അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് അവർ പറഞ്ഞു, സ്പീക്ക് സംതിങ്, എന്തെങ്കിലും ഒന്ന് പറ. പിന്നെ അവൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ദയവ് ചെയ്ത് നിങ്ങളാരും ഇത് റബ്ബർ വെച്ച് നശിപ്പിക്കരുതെന്ന്. കാര്യം റബ്ബറിൻ്റെ എല്ലാ ദോഷങ്ങളും അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ബേസിക്കലി നമ്മുടെ വരുമാനമാർഗം റബ്ബറാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞെന്നറിയാമോ, എനിക്ക് ഈ സ്ഥലം, ഈ മാവും, കണ്ണൂരൊക്കെ എന്തുമാത്രം മാവ് അല്ലേ, മാവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങളിത് റബ്ബർ വെച്ച് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞതുപോലെ വയനാടിന് ഒത്തിരി നന്മകളുണ്ട്. ആ നന്മ പോകാതിരിക്കാൻ ഞാൻ പറയുകയാണ്. പട്ടണങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, കുടുംബങ്ങൾക്ക്, പട്ടണവാസികളായ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്ക്, പട്ടണവാസികൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്ക്, ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്കും പട്ടണത്തിലെ കുഞ്ഞുങ്ങൾക്കും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. പട്ടണത്തിലെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? ഒന്ന്, മുലപ്പാൽ നഷ്ടപ്പെട്ടു. കാര്യം ആർക്കും കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. ദേ ഗോ ഫോർ വർക്ക്. സോ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് പട്ടണങ്ങളിൽ നഷ്ടപ്പെട്ടൊരു കാര്യം. കുഞ്ഞുങ്ങൾക്ക് അത്രയും വലിയൊരു നഷ്ടം ലോകത്തിലുണ്ടാകാനില്ല. നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മുലപ്പാൽ. 2ാമത് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം എന്നറിയാമോ? വല്യമ്മച്ചി. ഒരൊറ്റ വീട്ടിലും ആരില്ല, ഗ്രാൻഡ് മദർ ഇല്ല. എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ജീവിതമല്ലേ പട്ടണങ്ങളിലെ. ദ ചിൽഡ്രൻ ലോസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക്, ദ ചിൽഡ്രൻ ലോസ്റ്റ് ദെയർ ഗ്രാൻഡ് മദർ. ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ 2 നന്മകളാണ്. 1 മുലപ്പാലും, 2 വലിയമ്മച്ചിമാരും. അത് ദയവേത് നഷ്ടമാകരുത്. അതുകൊണ്ട് പഴയ കാലയളവിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, അവരിൽ ധാർമ്മികത ഉണർത്തുന്നതിൽ, വേദപുസ്തക കഥകൾ പഠിപ്പിക്കുന്നതിൽ ഒക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ആരാണെന്നറിയാമോ? ഈ വല്യമ്മച്ചിമാരാണ്, ഗ്രാൻഡ് മദേഴ്സ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ വേദപുസ്തകത്തിലെ സ്റ്റോറീസ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അമ്മച്ചിമാർ പറഞ്ഞു തന്ന കഥകളാണ്, വല്യമ്മച്ചിമാർ പറഞ്ഞു തന്ന കഥകൾ. ഇനി അതല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തെങ്കിലും അമ്മമാർ നമ്മളോട് സ്റ്റോറീസും പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ലല്ലോ. ഒരു കുപ്പി പാലും എടുത്ത് കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ വായിലോട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിലോട്ട് കൊച്ചിനെ തള്ളിയിട്ടിട്ട് കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ഈ പിള്ളേർ വളരുന്ന മുഴുവൻ. അതുകൊണ്ട് പിള്ളേർ നടക്കുന്നത് പോലും ഈ കാർട്ടൂണിൽ പിള്ളേർ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് പറയാം. പ്രിയമുള്ളവരെ, ഈ നഷ്ടം വലിയൊരു നഷ്ടമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് സിലബസ് ചില കാര്യങ്ങൾ പറയുകയാണ്, എങ്കിലും അതാണ് നമുക്ക് പലപ്പോഴും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ്, പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. വയനാട്ടിൽ നിന്ന് ആ നന്മ മാറിപ്പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇൻഡിവിജ്വലിസം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി, ആ സങ്കല്പം, അതൊക്കെ ഒന്ന് മാറിയിട്ട് വലിയമ്മച്ചി, ഗ്രാൻഡ് മദർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗ്രാൻഡ് മദറിൻ്റെ ആ സൗഖ്യം,
അവരുടെ പ്രത്യേകത അതവർക്ക് കൊടുക്കാതിരിക്കരുത്, നൽകാതിരിക്കരുത്. അവർക്ക് കൊടുക്കേണ്ട ദൈവികമായ ആ അപ്ബ്രിങ്ങിങ് നമ്മൾ നഷ്ടമാക്കി കളയരുത്. ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ബാക്കി എന്ത് കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞാലും ഭക്ഷണം കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വല്യമ്മച്ചിയുടെ സംരക്ഷണവും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അവർക്കത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ 2 അനുഗ്രഹങ്ങളാണ് ബ്രസ്റ്റ് മിൽക്ക്, ഗ്രാൻഡ് മദർ. ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന 2 വലിയ അനുഗ്രഹങ്ങളാണ്. അതിനെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. അപ്പോൾ യേശുവിൻ്റെ സ്റ്റോറി, സുവിശേഷത്തിലെ യേശുവിനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സുവിശേഷത്തിലെ യേശുവിനെ നമ്മൾ പ്രസംഗിക്കണം. ആ യേശുവിനെ യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഭയിലുള്ളവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇന്ന് പറ്റുന്ന പ്രശ്നം എന്താണ്? ആർക്കും അറിയത്തില്ല യഥാർത്ഥ യേശു ആരാണെന്ന്. ആർക്കും അറിയത്തില്ല യഥാർത്ഥ ആത്മീയത എന്താണെന്ന്. ആർക്കും അറിയത്തില്ല വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് എന്താണ് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം? നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായികയാൽ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയായികയാലും വേദപുസ്തകം നമ്മുടെ ഒരു അനുദിന അനുഭവമാകണം, അനുനിമിഷ അനുഭവമാകണം. നിരന്തരമായി ദൈവവചനം പഠിക്കണം, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അറിയണം, അനുഭവിക്കണം. ഇത് നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ യേശു ആദ്യം പറയുന്നത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് യേശു കർത്താവ് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവനായ കള്ളനോട് അവനെ നോക്കി പറയുന്നു, നീ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. മൂന്നാമതെന്താണ്? യേശു യോഹന്നാനെ കാണിച്ച് അവൻ്റെ അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് യോഹന്നാൻ പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. ഇത്രയുമാണ് നമ്മൾ കാര്യങ്ങളെ പഠിച്ചത്. ക്രൂസിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ 3 അല്ലെങ്കിൽ കാൽവറിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഒറ്റ ക്രൂശല്ല കാണുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വി സി 3 crosses there. 3 ക്രൂശുകളാണ് നമ്മൾ കാണുന്നത്. 3 ക്രൂശുകൾ. അതിൽ നടുവിലത്തെ ക്രൂശിൽ ആരെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ. 2 ദുഷ്പ്രവൃത്തിക്കാരുടെ അവൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. ഈ യേശുവിൻ്റെ ക്രൂശ്, ബാക്കിയുള്ള 2 പേരുടെ ക്രൂശ്, ഇവരുടെ 3 പേരുടെയും മരണത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ദീർഘമായി അതിനെ വിശകലനം ചെയ്യാൻ ഞാൻ സമയമെടുക്കുന്നില്ല, നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ 3 മരണത്തിനും 3 ആസ്പെക്റ്റാണുള്ളത്. ടേക്ക് ദ കേസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കാര്യം ഒന്ന് എടുക്കുക. യേശുവിൻ്റെ ക്രൂശ് മരണം, എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? ഒരു പരിധി വരെ പറഞ്ഞാൽ ഹി ഡൈഡ് ഫോർ സിൻ. 1 person ഈസ് ഡൈയിങ് ഫോർ സിൻ. അവൻ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. അവൻ മരിക്കുന്നത് അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമല്ല, അവൻ്റെ പാപത്തിലല്ല. അവൻ പാപങ്ങൾക്ക്, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ഹി ഈസ് ഡൈയിങ് ഫോർ സിൻ. അനുതപിച്ച കള്ളൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. അനുതപിച്ച കള്ളൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഹി ഈസ് ഡൈയിങ് ടു സിൻ. അവൻ പാപത്തിന് മരിക്കുകയാണ്. കാരണം അവൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഹി ഈസ് ഡൈയിങ് ടു സിൻ. മൂന്നാമത്തെ ആളുടെ കാര്യം പറഞ്ഞാൽ അവൻ അനുതപിച്ചില്ല. ഹി ഈസ് ഡൈയിങ് ഇൻ സിൻ. അവൻ പാപത്തിൽ മരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? പാപത്തിന് വേണ്ടി മരിക്കുന്ന യേശു, പാപത്തിന് മരിക്കുന്നവനായ അനുതപിച്ച കള്ളൻ, പാപത്തിൽ മരിക്കുന്നവനായ അനുതപിക്കാത്ത കള്ളൻ. ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ യേശു കർത്താവിന് പകരം മരിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. നമുക്ക് പകരം മരിക്കാനും ആർക്കും കഴിയില്ല.
നോ വൺ ക്യാൻ ഡൈ ഫോർ സിൻ. ഒരാൾക്കും പാപത്തിന് വേണ്ടി മരിക്കാനായിട്ട് കഴിയത്തില്ല, യേശു ക്രിസ്തുവിന് ഒഴികെ വേറെ ആർക്കും. ദൂതന്മാർക്ക് ഉൾപ്പെടെ ആർക്കും പാപത്തിന് വേണ്ടി മരിക്കാൻ കഴിയില്ല. ആരെയെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ ദൈവം ആ ഒരു ഓപ്ഷൻ വെച്ചേനെ. പക്ഷേ ലോകത്തിൽ ഒരാൾക്കും, ഭൂമിയിലോ ആകാശത്തിലോ സ്വർഗത്തിലോ സ്വർഗാതി സ്വർഗത്തിലോ ഉള്ള ഒരാൾക്കും മനുഷ്യന് വേണ്ടി മരിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരം മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ പാപപരിഹാര മരണത്തിൽ വിശ്വസിച്ചതുകൊണ്ടും ആശ്രയിച്ചതുകൊണ്ടും അനുതപിച്ച കള്ളന് പാപത്തിന് മരിക്കാൻ പറ്റി. പാപത്തിന് മരിക്കാൻ പറ്റിയതുകൊണ്ട് പാപത്തിൻ്റെ യാതൊരു രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സും അവനെ നിത്യതയിൽ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈസ് ഡെഡ് ടു സിൻ. അവൻ പാപത്തിന് മരിച്ചവനാണ്. അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ പാപം പോകുന്നില്ല. അതാണ് ഹീസ് ഡെഡ് ടു സിൻ എന്ന് ഞാൻ പറയാൻ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? യേശു പാപത്തിന് വേണ്ടി മരിച്ചു. അനുതപിച്ച കള്ളൻ പാപത്തിന് മരിച്ചു. കാൽവറി ക്രൂശിൽ നിന്ന് നിത്യതയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ്റെ പാപത്തെ മുഴുവൻ ക്രൂശയിൽ ഇട്ടേച്ചാ പോയത്. അവൻ്റെ കൂടെ പോകാൻ പാപത്തിന് കഴിയുന്നില്ല. ബിക്കോസ് ഹീസ് ഡെഡ് ടു സിൻ. അതിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല. അവൻ പാപത്തിന് മരിച്ചവനാണ്. അവൻ പാപത്തിന് മരിച്ചവനായതുകൊണ്ട് നിത്യതയിൽ പാപം അവൻ്റെ കൂടെ ചെല്ലാത്തത് കൊണ്ട് അവൻ്റെ ലൈഫ് പറുദീസയിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറുദീസയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ ഡെഡ് ടു സിൻ. നീ പാപത്തിന് മരിച്ചവനാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ സ്റ്റേജിലേക്ക് ഉയർത്തപ്പെടാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല, നമുക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. നോ വൺ ക്യാൻ ഡൈ ഫോർ സിൻ, ബട്ട് എനിബഡി ഹൂ ബിലീവ്സ് ഇൻ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ റാൻസം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മരണമാണ് യേശുവിൻ്റേത് എന്ന് മനസ്സിലാക്കി അതിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും പാപത്തിന് മരിക്കുകയാണ്. പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? നിത്യതയിൽ നമ്മൾ ഫ്രീ ആണ്. നിത്യതയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? നമ്മൾ ഇവിടെ പാപത്തിന് മരിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറുകെ പിടിക്കാനായിട്ട്, നമ്മുടെ പുറകെ വരാനായിട്ട്, നമ്മളെ വലിച്ചോണ്ട് പോകാനായിട്ട് ആരില്ല അവിടെ. നമ്മുടെ പാപം നമ്മുടെ പുറകെ വരുന്നില്ല. പക്ഷെ അനുതപിക്കാത്ത കള്ളൻ അങ്ങനെയല്ല. അവൻ പാപത്തിൽ മരിച്ചു. അതുകൊണ്ടെന്താണ്? മരിക്കുമ്പോഴും അവൻ്റെ പാപം അവൻ്റെ പുറകെ ചെല്ലുകയാണ്. അവൻ ചെല്ലുന്നിടത്തെല്ലാം അവൻ്റെ കൂടെ ആരുമുണ്ട്, പാപവുമുണ്ട്. അതുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഫ്രീ അല്ല, അവൻ സ്വതന്ത്രനല്ല. അവനെ ഗ്രസിച്ചിരിക്കുന്നതായ പാപം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട്, അവനെ കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 അവസ്ഥ, കാൽവറി ക്രൂശിൽ 3 ക്രൂശ്, 3 അവസ്ഥകൾ. ഇതിനകത്ത് ആദ്യത്തെ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയിൽ ആർക്കും വരാൻ കഴിയുകയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ബിക്കോസ് പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ഒരിക്കലായിട്ട് മരിച്ചു. അതിനുവേണ്ടി ഇനിയൊരു യാഗം ആവശ്യമില്ല. ഇനി ആരും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ആരും മരിക്കേണ്ട കാര്യമില്ല. വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കലായിട്ട് അവൻ മരിച്ചു. ആൻഡ് ദാറ്റ്സ് ഇനഫ് ഫോർ ഓൾ റിഡംഷൻ. വിടുതലിൻ്റെ എല്ലാ, ഓൾ ദാറ്റ് ഈസ് നീഡഡ്, ഇന്നവിറ്റബിൾ ഫോർ യുവർ റിഡംഷൻ. നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായത് മൊത്തമായി യേശു കർത്താവ് അവൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ നേടിയെടുത്ത് കഴിഞ്ഞു. സോ ദർ ഇസ് നോ need for us to die for sin because already Jesus has died for us. നമ്മൾ ഇനി അവന് വേണ്ടി മരിക്കേണ്ട, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി മരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ഒരാൾ മരിച്ചാൽ മതിയായിരുന്നു, ആ ഒരാൾ മരിച്ചു. പക്ഷേ രണ്ടാമത്തെ നമ്മൾ കാണുന്ന അടുത്ത 2 ക്രൂശുകളിൽ ഏതെങ്കിലും ഒരു ക്രൂശിലാണ്, ആ അവസ്ഥയിലാണ് മനുഷ്യവർഗത്തിലെ എല്ലാവരും. ഒന്നുകിൽ പാപത്തിന് മരിച്ചവരോ, അല്ലെങ്കിൽ മരിക്കുന്നവരോ, അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്നവരോ. ഇങ്ങനെ 2 ഗ്രൂപ്പേ ഉള്ളു ലോകത്തിൽ. ഇതിനകത്ത് നമ്മൾ ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഏത് അവസ്ഥയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്.